മിസ്റ്റേക്ക് സ്റ്റുഡൻസ് മേക്ക് വൈൽ സ്റ്റഡി ക്രാമിംഗ് ദ നൈറ്റ് ബിഫോർ. അതായത് എക്സാമിന് തലേന്ന് മാത്രം ബുക്ക് തുറന്ന് ഇങ്ങനെ ഒരു 8 പാഠം ഉണ്ടെങ്കിൽ ആ 8 ചാപ്റ്ററും എക്സാമിന്റെ തലേന്ന് മാത്രമായിട്ട് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ചില സുഹൃത്തുക്കൾ നമുക്കുണ്ട്. സെക്കൻഡ് വൺ, നോ സ്റ്റഡി പ്ലാൻ. അതായത് ഇന്ന് കറങ്ങാൻ പോവുക, നാളെ ചായ കുടിക്കാൻ പോവുക, ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ പ്ലാൻ ഇട്ടുകൊണ്ട് അവരുടേതായ ജീവിതത്തിലുള്ള പ്ലാൻ നടക്കും, പക്ഷെ സ്റ്റഡി പ്ലാൻ മാത്രം നടക്കത്തില്ല. തേർഡ് വൺ, ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ബൈ ഫോൺ. ടിങ് ടിങ് ടിങ്. ഇത് എവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാലും അത് എടുത്ത് നോക്കാനുള്ള ഒരു ആക്രാന്തം, ആ ആക്രാന്തം അവോയ്ഡ് ആക്കുക. ഓക്കെ. ഫോർത്ത് വൺ, നോട്ട് ടേക്കിംഗ് ബ്രേക്സ്. അതായത് ഇപ്പം ചിലവർ പഠിക്കുന്നുണ്ടാവും, അവരുടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ബട്ട് ദേ വിൽ ബി ലൈക്ക് കണ്ടിന്യൂസ്ലി സിറ്റിംഗ്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പം നമ്മുടെ ബ്രെയിനിന് ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. സോ അത് നമ്മുടെ ആ ഒരു പവർ ഓഫ് റെസിസ്റ്റിങ്, ആ ഒരു എന്താ പറയുക, നമുക്ക് ഇൻഫോർമേഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു പവർ ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻസ് പകുതിയും സ്റ്റോർ ആയി പോകത്തില്ല. ഇറ്റ് വോണ്ട് സ്റ്റേ ഫോർ ലോങ് ടേം. ഫിഫ്ത് വൺ, പാസീവ് റീഡിങ് ഓൺലി. അതായത് ആർക്കോ വേണ്ടി വായിക്കുക, ചിലവർ എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രം വായിക്കുക. ഇങ്ങനെയുള്ള സംഭവം അരുത് മക്കളെ, അരുത്. സിക്സ്ത് വൺ, സ്റ്റഡിങ് ഇൻ ബെഡ്. നമ്മൾ എപ്പോഴും പഠിക്കാൻ ചൂസ് ചെയ്യേണ്ടത് ഒന്നിക്ക് ടേബിൾ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേബിൾ ആൻഡ് ചെയർ, നമുക്ക് നിവർന്നിരുന്ന് നമ്മുടെ ആ ഒരു പോസ്റ്ററിൽ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റഡ് പലരും ചെയ്യുന്നത്, അവർ കിടക്കാൻ ഉപയോഗിക്കുന്ന അതേ ബെഡ് തന്നെ പഠിക്കാൻ ഉപയോഗിക്കും. അവർ ലാപ്ടോപ്പ് നോക്കി സിനിമ നോക്കി ഇരിക്കുന്ന അതേ ബെഡ് തന്നെ പഠിക്കാൻ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ അവിടെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നമ്മൾ അവിടെ കേട്ട് എൻജോയ് ചെയ്ത ഡിസ്കോയും പാട്ടും ഡാൻസും ഡിജെയും ഒക്കെ ഓർമ്മ വരും. സെവൻത് വൺ, നോട്ട് റിവ്യൂയിങ് നോട്ട്സ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചർ ഇത് പഠിപ്പിച്ചിരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെതായ കുറച്ച് നോട്ട്സ് പോലെ, കീ പോയിന്റ്സ് പോലെ ആ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ആ സമയത്ത് എഴുതി വെച്ചിട്ട് പിന്നെ അത് മാസത്തിന്റെ അവസാനം, അതായത് സംക്രാന്തിക്കായിരിക്കും ചിലപ്പോൾ തുറന്നു നോക്കുക. അതും പാടില്ല. സോ സ്റ്റേ ഫോക്കസ്ഡ്, യു ഹാവ് ഗോട്ട് ദിസ്.